നമസ്കാരം. കൊടിപ്പട കാസർഗോഡിന്റെ ഉശിരുള്ള മണ്ണിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ ഇടതുവിരുദ്ധ തരംഗത്തിനിടയിൽ പോലും ചെങ്കോട്ടയായി നിലനിർത്താൻ കഴിഞ്ഞ മണ്ഡലമാണ് കാസർഗോഡ്. സിറ്റിംഗ് MP പി കരുണാകരനെ 1,00,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ലോക്സഭയിലേക്ക് ഒരിക്കൽ കൂടി അയച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിന്നാണ് ഇത്തവണത്തെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാസർഗോഡ് വരുന്നത്. ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നതും BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ, DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് C. K. ശ്രീധരൻ, CPM നേതാവ് K. രാഘവൻ, ഒപ്പം കാസർകോട്ടുകാരുമാണ്. ആദ്യം ശ്രീ C. K. ശ്രീധരൻ, ഇത്തവണത്തെ രാഷ്ട്രീയ പോരാട്ടത്തിലെങ്കിലും കാസർകോട്ടുകാരനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കാണാൻ ഭാഗ്യമുണ്ടാകും എന്ന പ്രചാരണം മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് ഇപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, കാസർകോട്ടുകാരെ നേരിടാൻ ശക്തനായൊരു പോരാളി കോൺഗ്രസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? ഇവിടെ ഇത്തവണ ജയസാധ്യത കൂടുതലുള്ള കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ യുവ നേതാവിനെ പാർലമെന്റ് കാൻഡിഡേറ്റായി നിർത്തണം എന്ന് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് T. സിദ്ദിഖ് വന്നത്. ഊർജ്ജസ്വലനാണ്. ഒരു കാര്യം ഷാനി ചോദിച്ചുകൊണ്ട് പറയാം, സിദ്ദിഖ് ഈ മണ്ണിന്റെ പുത്രനാണ്. കാസർഗോഡ് ജില്ലയിലെ കളനാട് എന്ന സ്ഥലത്താണ് സിദ്ദിഖ് ജനിച്ചത്. ശ്രീ P. രാഘവൻ, ചോദ്യം ഇത്തവണ ജയിക്കാൻ വേണ്ടിയാണ്. ആ രഹസ്യം കൂടി ഇപ്പോൾ DCC പ്രസിഡന്റ് വെളിപ്പെടുത്തുകയാണ്. സിദ്ദിഖ് കാസർകോട്ടുകാരൻ കൂടിയാണ്. കാസർഗോഡിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളെ ഇടതുപക്ഷത്തിന്റെ മൂന്നാമത്തെ തുടർച്ചയായ തേരോട്ടത്തിന് തടയിടാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ശ്രീ C. K. ശ്രീധരൻ പറയുന്നത്. P. കരുണാകരൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇടതുമുന്നണിക്ക് എന്ന് പറയുന്നതിൽ തന്നെ അത് ആത്മവിശ്വാസമാണോ, വ്യക്തിയിലുള്ള വിശ്വാസം മാത്രമാണോ? കരുണാകരൻ കഴിഞ്ഞ 2 ടേമിലും വളരെ നന്നായി കാസർഗോഡ് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളും കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നന്നായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ലീഡർഷിപ്പ്, ഡെപ്യൂട്ടി ലീഡർ എന്ന രീതിയിലാണ് ലോക്സഭയിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. ആ നിലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് മൂന്നാമതും പാർട്ടി അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചത്. K. സുരേന്ദ്രൻ, പ്രചാരണ രംഗത്ത് ഈ 2 മുന്നണി സ്ഥാനാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് താങ്കൾ. പക്ഷേ താങ്കൾ തന്നെയാണ് P. കരുണാകരൻ ഒരു നല്ല മന്ത്രിയാകാൻ മാത്രം, നല്ല ഭരണകർത്താവാകാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ആളാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കാസർകോട്ടുകാരുടെ മുന്നിൽ വെക്കുന്നത്. അങ്ങനെ എതിരാളിക്ക് ആദ്യമേ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അല്ല, ഞാനൊരു സത്യം പറഞ്ഞതാണ്. കാരണം P. കരുണാകരന്റെ സേവനം, അദ്ദേഹം കേന്ദ്രത്തിൽ പോയതുകൊണ്ട് ഒരു കാര്യമില്ല. അദ്ദേഹം വളരെ മുതിർന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം വളരെ ഇറലവൻ്റ് ആണ്. അദ്ദേഹത്തെ തൃക്കരിപ്പൂരിലോ മറ്റോ മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചൊരു മന്ത്രിയാക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിനുള്ള ആദരവ് മാത്രമല്ല, കാസർഗോഡിൻ്റെ ഒരു താല്പര്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ വളരെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, വികസനത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. LDF ഇത്ര കാലം അധികാരത്തിൽ വന്നിട്ടും ഒരിക്കൽ പോലും ഒരു മന്ത്രിയെ അവർ കൊടുത്തില്ല എന്നുള്ള വളരെ പച്ചയായിട്ടുള്ള ഒരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ ഒരു വിപ്ലവ പാർട്ടി ഇപ്പോൾ UDFിലേക്ക് പോയി, RSP. പക്ഷേ അഖിലേന്ത്യാ RSP അവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ഇടതുമുന്നണിയിൽ നിന്ന് ബംഗാളിലെ CPM നേതൃത്വം അവരെ ഒഴിവാക്കാനും തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം RSP ഇന്ന് കോൺഗ്രസിലേക്ക് പോയി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPM കോൺഗ്രസിലേക്ക് പോകുമെന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇവർ കലങ്ങി മറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീ നരേന്ദ്രമോദിയുടെ വരവിനെ തടയിടാൻ വേണ്ടി UDFും LDFും തമ്മിൽ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ്. UPയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്തവണ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ വിഷയങ്ങൾ, സോളാർ കേസ് അടക്കമുള്ള സർക്കാരിനെതിരായ ശക്തമായ ആരോപണങ്ങൾ ഉയർത്തിയ വിഷയങ്ങളൊന്നും പക്ഷേ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പ്രതിപക്ഷത്തിന് പോലും ആവശ്യമില്ലാത്ത മുദ്രാവാക്യങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു മുൻതൂക്കം, കേരള രാഷ്ട്രീയത്തിലെ ഒരു മുൻതൂക്കം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഷാനി അത് തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകളിച്ചതുകൊണ്ടാണ് അതെല്ലാം ഇല്ലാതായി പോയത്. കോൺഗ്രസ് മുന്നണിയും CPM മുന്നണിയും തമ്മിൽ ഫലത്തിൽ ആര് ജയിച്ചാലും ഒരേ അനുഭവമാണ്. അതുകൊണ്ടാണ് വികസനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു MP തെരഞ്ഞെടുക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ശക്തമായിട്ടുള്ള ഒരു വീറുറ്റ പോരാട്ടത്തിന് ഈ മണ്ഡലം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രീ P. രാഘവൻ, തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPM കാണിക്കുന്നത് പക്ഷേ നേർക്കുനേർ പോരാട്ടത്തിന് 15 സ്ഥാനാർത്ഥികൾ ആകെ CPM-നുള്ളതിൽ 10 മാത്രം മതി അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ്. എന്തുകൊണ്ടാണത് എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 തെരഞ്ഞെടുപ്പ് മുതൽ എടുത്തു നോക്കിയാൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ പാർട്ടിക്ക് പുറമേ നിന്ന് സ്ഥാനാർത്ഥികളാക്കുകയും മന്ത്രിയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ VR കൃഷ്ണയ്യർ മുതൽ അതുപോലെ തന്നെ ജോസഫ് മാഷ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ പാർട്ടി സ്ഥാനാർത്ഥികളല്ലാതെ നിർത്തി മന്ത്രിയാക്കിയതാണ്. അപ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയമല്ല പ്രശ്നം, മറിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഗോളവൽക്കരണ നയത്തെ എതിർക്കുന്ന ആരെയെല്ലാം യോജിപ്പിക്കാൻ പറ്റുമോ അവരെല്ലാം കൊണ്ടുവരിക. ഇന്നലെ വരെ ആഗോളവൽക്കരണ നയത്തിന് കൈപൊക്കിയിരുന്ന ആളുകളെ മാത്രമേ CPM-ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട C. K. സുരേന്ദ്രൻ
ആഗോളവൽക്കരണത്തിനെതിരെ എതിർക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെയും ഞങ്ങൾ കൂട്ടും. പാർട്ടി പുറത്തുനിന്ന് കണ്ടെത്തിയ സ്വതന്ത്രന്മാരടക്കം ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പാർട്ടി എങ്ങനെയാണ് ഈ 5 സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കാം എന്ന് പാർട്ടി അംഗങ്ങളോട് പറയും? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ AICC മെമ്പറോ KPCC മെമ്പറോ ഒക്കെ ആയിട്ട് ആൾക്കാർ ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും അവർ വരുന്നത്. അവരെ സ്വീകരിക്കാനും അവരെ കോൺഗ്രസിനെതിരായി നിർത്തുക, ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തന്നെ നിർത്തുക എന്നതാണ് പാർട്ടിയുടെ സമീപനം. ശ്രീ CK സവിതരൻ, പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ ചോദിക്കാനുള്ളത്, ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടി നയം മാറി വന്ന ആളെ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിന് CPM-നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രാദേശികമായുള്ള ഒരു ഉദാഹരണമാണ് ശ്രീ AP അബ്ദുള്ളക്കുട്ടി. ആ അബ്ദുള്ളക്കുട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ടും കണ്ണൂർ മണ്ഡലങ്ങളിലൊക്കെ എല്ലായിടത്തും നിറഞ്ഞ സാന്നിധ്യമായിരുന്ന അബ്ദുള്ളക്കുട്ടിയെ UDF കൺവെൻഷനിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എങ്ങനെ ശ്രമിച്ചാലും TP കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ കൂടി കേരളത്തിന് പരിചിതനായ താങ്കൾക്ക് പറയാൻ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ പെട്ടെന്ന് മാറിമറിയാം. സോളാർ കേസിൽ ഏതൊക്കെ രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടായാൽ പോലും ഏറ്റവും ഒടുവിൽ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരുന്നത് പാർട്ടി എങ്ങനെയാണ് നേരിടുക? അബ്ദുള്ളക്കുട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒരു ക്രൈം കേസ് നിലനിൽക്കെ അദ്ദേഹം ഈ യോഗങ്ങളിലൊക്കെ സംബന്ധിക്കുക എന്ന് വരിക, അത് നിയമപരമായി തന്നെ ആ കേസിനെ നേരിടുക എന്നുള്ള ഉദ്ദേശമാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് അത് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് CPM-ഉം ഇടതുപക്ഷവും അവരുടെ താത്വിക സമീപനങ്ങളെല്ലാം അവർക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഫിലിപ്പോസ് തോമസും അബ്ദുറഹിമാനും ഇന്നസെന്റും എല്ലാം. അവർക്ക് രാഷ്ട്രീയ മൂല്യങ്ങൾ കൈമോശം വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ സൂചികയാണ്. തീർച്ചയായിട്ടും അബ്ദുള്ളക്കുട്ടിയുടെ വിഷയത്തിൽ ഞാനിപ്പോൾ ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. പക്ഷേ CK പറഞ്ഞത് അത്ര ധാർമ്മികമായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സദാചാരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം ജനങ്ങളെ നേരിടുകയും ആ കേസിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണ് വേണ്ടത്. ന്യൂനപക്ഷങ്ങൾക്ക് കൂടി വലിയ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് കാസർഗോഡ്. അവിടെ നിന്നുകൊണ്ടാണ് താങ്കൾ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം കാസർഗോഡ് മണ്ഡലത്തിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ സഭാ നേതൃത്വത്തിൽ വക്താക്കൾ BJP വരുന്നതിനും നരേന്ദ്രമോദി വരുന്നതിനും അനുകൂലിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിലും മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ധാരാളം മുസ്ലിം സഹോദരന്മാർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം നരേന്ദ്രമോദി ഫോബിയ ഇവിടെ ഉണ്ടാക്കിയിട്ട്, ഒരു നരേന്ദ്രമോദി പനി ഉണ്ടാക്കിയിട്ട് LDF-ഉം UDF-ഉം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തേടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർക്ക് ബോധ്യമായിട്ടുണ്ട് ഈ സെക്യുലറിസം എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പം മതേതരത്വം എന്ന് CK പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ 25 കൊല്ലമായിട്ട് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതാണോ മതേതരത്വം എന്ന് എനിക്ക് അറിയില്ല. കാസർഗോഡ് കോൺഗ്രസിന് ഏറ്റവും മിനിമം മുസ്ലിം ലീഗ് വിഴുങ്ങിയിരിക്കുകയാണ്. അതിനൊരു മറുപടി കൂടി പറഞ്ഞ ശേഷം സുരേന്ദ്രൻ തികച്ചും ഈ രാഷ്ട്രീയ സമീപനങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ നടത്തിയത്. കാസർഗോഡിനെ സംബന്ധിച്ചായാലും ഇന്ത്യയിൽ എവിടെയായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന് നിശ്ചയിക്കുന്നത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയല്ല. സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുകയാണെന്ന്. സുരേന്ദ്രേട്ടൻ അത് പറയുന്നത് BJP സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് RSS ആണ്. ഇപ്പോൾ തന്നെ RSSന്റെ നേതാക്കന്മാർ ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അതായത് ആഴ്ചകൾക്ക് മുമ്പ് വെങ്കയ്യ നായിഡു അദ്ദേഹം താങ്കൾക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്ന വീണ്ടും താങ്കൾ ഇവിടെ വന്ന് മത്സരിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. കാരണം അഭിമാനം ഒരു വലിയ പ്രശ്നമാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. താങ്കളെ വീണ്ടും കാസർഗോഡ് അയച്ചതിന്റെ എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായി. അല്ല, എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടേ ഇല്ല. എന്റെ നോമിനേഷൻ 20-ാം തീയതിയാണ് ഞാൻ കൊടുക്കുന്നത്. താങ്കൾ നായിഡുവിന്റെ ശിരസ് എന്താ പറയാ പാദങ്ങളിൽ ശിരസ് നമിച്ചപ്പോൾ താങ്കളെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. താങ്കൾ ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അല്ലേ? ഒരു പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ചേർന്നിട്ടല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്? അല്ല, ബഹുമാനപ്പെട്ട സുരേന്ദ്രനോടാണ് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ചിട്ട് കന്നഡ മേഖലയിലുള്ള BJP-ക്കാർ അങ്ങയോട് ഏറ്റവും വെറുക്കപ്പെട്ടവനാണ് എന്ന നിലക്കാണ് അവർ വിട്ടു നിൽക്കുന്നത്. അവർ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ BJP-ക്ക് സുരേന്ദ്രനല്ലാതെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഒന്നും ഇല്ലേ കാസർഗോഡ് നിർത്താൻ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല, അതൊക്കെ സ്വപ്നം കാണാൻ നികുതി ഒന്നും അടക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സ്വപ്നം കാണാം. ഏകദേശം 70% പേർ അടക്ക കൃഷി കൊണ്ട് ഉപജീവനമാർഗം നടത്തുന്നവരാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ അടക്ക നിരോധന ശ്രമം ഉപേക്ഷിക്കുമോ?
അല്ല, അടക്ക നിരോധിക്കാൻ തീരുമാനിച്ചത് സിക്കയുടെ പാർട്ടിയാണ്. ഏയ്, അത് ആരോഗ്യ മന്ത്രാലയം അവരാണ്. കളവായ പ്രസ്താവനയാണ്. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, സുപ്രീം കോടതിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് അഫിഡവിറ്റ് കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായുള്ള നിലപാടുണ്ട്. അടക്ക കർഷകരുടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് അടക്ക കർഷകർ. ഞങ്ങൾക്ക് വ്യക്തമായുള്ള താല്പര്യം അക്കാര്യത്തിലുണ്ട്. കേന്ദ്രമന്ത്രി വീരപ്പ മൗലി തന്നെ മഞ്ചേശ്വരത്ത് വന്നിട്ട് അദ്ദേഹം രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യയുടെ ഒരു പരിപാടിയിൽ വന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണിത്. കവുങ്ങ് കർഷകരാണ് ഞങ്ങളുടെ വോട്ട്. 10 കോടി ഈ കവുങ്ങ് കർഷകർക്ക് 500 കോടി വേണം, 500 കോടി വേണം. ഈ ബജറ്റിൽ KM മാണി ധനമന്ത്രി 10 കോടി വകയിരുത്തി ഈ കവുങ്ങ് 10 കോടി കൊണ്ട് കേൾക്കൂ, 15 കോടി കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശരത് പവാറും പ്രഖ്യാപിച്ചു. ഇന്ത്യയാകെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരിനെതിരായിക്കൊണ്ട് ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്നു നിങ്ങൾ പറയുന്നുണ്ട്. കർണാടകയിൽ നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ചോദ്യം ചോദിക്കാലോ. അങ്ങനെ പുറത്താക്കി അയാൾ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ഈ അടുത്തുള്ള മധൂർ പഞ്ചായത്തിലെ ഒരു BJPയുടെ മെമ്പർ, അദ്ദേഹം റേഷൻ ഷോപ്പിലെ അറി മറിച്ചു വിട്ടതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പിടികൂടിയതാണ്. അദ്ദേഹത്തിന് ഇതുവരെ പാർട്ടിയിൽ പുറത്താക്കിയിട്ടില്ല. ശരിയാണ് വരുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് സഹോദര, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് കൽക്കരിപ്പാടം ഇടപാടിലെ 5 ഫയലുകൾ മുക്കിയത്. ഏതൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, അല്ല മധൂർ പഞ്ചായത്തിലെ കാര്യം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന MP CPM സ്ഥാനാർത്ഥിയാണ് വിജയിച്ചു പോകുന്നത് എങ്കിൽ അവിടെ BJPയും കോൺഗ്രസും തമ്മിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മത്സരത്തിന് വരുമ്പോൾ നിങ്ങളുടെ സഹായം വേണമെങ്കിൽ ഇവിടത്തെ സ്ഥാനാർത്ഥി ആർക്ക് വേണ്ടി കൈപ്പൊക്കും? BJPക്ക് വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടിയോ? ആദ്യമേ പറഞ്ഞതല്ലേ, എന്തിനാ ഇത്ര സംശയം നിങ്ങൾക്ക്? എന്റെ മറുപടി പറയാം. നിങ്ങളുടെ ധാരണ പ്രകാരം കോൺഗ്രസും BJPയും അല്ലാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ആ ഗവൺമെന്റിനാണ് CPM കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ BJP CPM ധാരണ ഈ നടക്കുന്ന ഒരു വിവരമാണ് കിട്ടുന്നുള്ളത്. അതിൽ നിങ്ങൾ സത്യമുണ്ടോ? തിരുവനന്തപുരത്ത് അടക്കമുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ്. ഞങ്ങൾ ജയിച്ചാൽ ആ അക്കൗണ്ടിൽ കിടക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് വേണ്ട, ഒരു ധാരണയും CPM-ഉം BJP-യും തമ്മിലില്ല. അങ്ങനെ ഒരു ആവശ്യമേ ഞങ്ങൾക്കില്ല. ജനങ്ങൾ 2 മുന്നണിയിലുള്ളവരും ഞങ്ങളെ പിന്തുണയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും. കുത്തുബുദ്ദീന് BJP-ക്കാർ RSS-കാർ കാണിച്ച ആ ദയ പോലും നിങ്ങൾ അരിൽ ശുക്കൂറിനെ നിങ്ങൾ കാണിച്ചില്ല എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ. നിങ്ങളെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ CPM-ന്റെ ആൾക്കാരെ കൊല ചെയ്തപ്പോൾ, അഴീക്കോടൻ രാഘവനടക്കം കൊല ചെയ്തപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? അതൊന്നും പറയാതെ നിങ്ങൾ ഇപ്പൊ ഒരു ഞങ്ങൾക്ക് ഏത് കൊലപാതകം ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഞങ്ങൾ ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കുന്നില്ല. ഞങ്ങൾ ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കുന്നില്ല. ഒരു മനുഷ്യനെ പോലും കൊല്ലാൻ പാടില്ല എന്ന ഇതാണ് CPM-ന്റേത്. എനിക്ക് ഇരിക്കൊന്നും വേണ്ട, ഒരാളെയും പാടില്ല. സമീപനം മാറ്റിയാൽ ആരെയും സ്വീകരിക്കും, ആരെയും സ്ഥാനാർത്ഥിയാക്കുമെന്നോട് പറഞ്ഞു. സരിത ഒരു 6 മാസങ്ങൾ മുമ്പ് ജയിൽ മോചിതയായി വന്നിരുന്നെങ്കിൽ ആ സരിതയെ നിങ്ങൾ കേരളത്തിൽ നിങ്ങളല്ലേ? എന്റെ ചോദ്യം രാഘവേട്ടനോടാണ്. CPIM-ന്റെ 15 സ്ഥാനാർത്ഥികളിൽ 5 പേരുടെ ലിസ്റ്റ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വന്നത്. അത്ര ഞങ്ങൾക്ക് മാത്രമല്ല, ഒരു പാർട്ടിക്കാർ പോലും ചിരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ നൽകിയ ഉദാഹരണം ഉപമിച്ചത് 957 ജസ്റ്റിസ് BR കൃഷ്ണയ്യർ, അന്ന് ജസ്റ്റിസ് അല്ല, BR കൃഷ്ണയ്യരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മന്ത്രിയാക്കി. അതാണ് നിങ്ങൾ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, VR കൃഷ്ണയ്യരെയും ഇന്നസെന്റിനെയും ഒരു പാത്രത്തിൽ തൂക്കാൻ പറ്റുമോ? VR കൃഷ്ണയ്യരെയും ഇന്നസെന്റിനെയും, അല്ലെങ്കിൽ തന്നെ എന്താണ് അബ്ദുറഹ്മാനെയും കൃഷ്ണയ്യരെയും ഒന്നിച്ച് തൂക്കാൻ പറ്റുമോ? ഉദാഹരണം ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ ചോദിച്ചതാണ്. അല്ല, നിങ്ങൾ പറഞ്ഞത് അന്ന് ഞങ്ങൾ കൃഷ്ണയ്യരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയിരുന്നു, അതുകൊണ്ട് എന്താണ് ഇന്നസെന്റിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുന്ന പറഞ്ഞത്? ഇന്നസെന്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്.
നമ്മുടെ ഫിലിപ്പോസുമായി അല്ല, നിങ്ങളെ പോലെയുള്ള ഒരു കേഡർ പാർട്ടിക്ക് എന്താണ് 15 സീറ്റ് 5 സീറ്റ് എന്താണ് സ്വതന്ത്രക്ക് നൽകുമ്പോൾ നിങ്ങളെ പോലെ കേഡർ പാർട്ടിയുടെ പാപ്പരത്തല്ലേ കാണിക്കുന്നത്? പാപ്പരത്വം എന്ന് പറയണ്ട, കോൺഗ്രസിൽ ഉണ്ടാകുമ്പോൾ നല്ലയാളും ഞങ്ങൾ സ്വന്തം മുഖം പുറത്ത് കാണിക്കാനുള്ള ഭയമല്ലേ CPM-ന്? കാശ് വാങ്ങിച്ച് പേട് സീറ്റ് കൊടുക്കുന്ന ഏത് പാർട്ടി നന്നായിട്ട് അറിയാലോ കേരളക്കാർക്ക്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളവരെ ലീഗിൽ നിന്ന് വന്നവരെയും ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കും. കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേശ്വരം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമെന്നായപ്പോൾ ലീഗിന് വോട്ട് കൊടുത്തവരാണ് നിങ്ങൾ. അതേ മാതൃക ഇപ്രാവശ്യം ഈ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ നടത്തുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് വല്ലാത്ത സംശയം. എന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യം സഖാവ് CH കുഞ്ഞമ്പു ജയിച്ചത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ടും കൂടെ കിട്ടിയിട്ടാണ്. കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്ന ചില പഞ്ചായത്തുകളിലും കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കിലടക്കം BJPയും കോൺഗ്രസും ഭരിക്കുന്ന സ്ഥിതിയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചുള്ള കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെന്താണ് മറുപടി പറയാനുള്ളതെന്നാണ് ചോദിക്കാനുള്ളത്. സുഹൃത്തെ, കാറെടുക്കാൻ പറഞ്ഞൊരു പഞ്ചായത്തുണ്ട്. അവിടെ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്നാണ് ഭരണം നടക്കുന്നത്. തീരാഘാട്ടിനോട് ചോദ്യം. അതായത് അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ CPM അരിയിൽ ഷുക്കൂറിനെയും അതേപോലെ ഫസലിനെയും TP ചന്ദ്രശേഖരനെയും ജയകൃഷ്ണൻ മാഷയൊക്കെ കൊന്ന പാരമ്പര്യമുള്ള പാർട്ടി നരേന്ദ്രമോദി കൊലപാതകയാണ് എന്ന് പറയാനുള്ള അവകാശം എന്താണ്? ബഹുമാനപ്പെട്ട സുഹൃത്തോട് പറയാനുള്ളത്, കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം കൊല ചെയ്യപ്പെട്ടത് BJP RSSനാൽ CPM-ന്റെ ആൾക്കാരാണ്. ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്. OK വാസു ഒക്കെ വന്നത് നയം മാറ്റിയിട്ട് തന്നെയാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് വന്നപ്പോൾ ഞങ്ങൾ അവരെ കൂട്ടിയതാണ്. അതുകൊണ്ട് CPM അക്രമ രാഷ്ട്രീയമാണെന്ന് പറയുന്നത് 100% തെറ്റായുള്ള പ്രസ്താവനയാണ്. അബ്ദുൽ നാസർ മദനി ഉൾപ്പെടെയുള്ള നിരപരാധികളായ ഒരുപാട് ആളുകൾ തടങ്കൽ പാളയത്തിൽ കഴിയുന്നുണ്ട്. നിരപരാധികളായ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്? ഇപ്പോൾ മദനിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുടെ വിഷയമൊക്കെ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള തീരുമാനവും സുപ്രീം കോടതിയിൽ, നമ്മുടെ എപ്പെക്സ് കോടതി എന്നുള്ള നിലയിൽ കോടതിയുടെ ഒരു തീരുമാനം വരാനിരിക്കുന്നു. UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളൊരു നിലപാട് നിയമപരമായ കാര്യങ്ങൾ നിയമകോടതികളിലാണ്. ഒരു കൊല്ലം മുമ്പ് പറഞ്ഞത് BJP ഗവൺമെന്റ് മനഃപൂർവ്വം അബ്ദുൽ നാസർ മദനിയെ പീഡിപ്പിക്കുകയാണെന്നാണ്, ജാമ്യം കൊടുക്കുന്നില്ല എന്നാണ്. ഗവൺമെന്റ് മാറിയിട്ട് കൊല്ലം 1 കഴിഞ്ഞു. അന്ന് പറഞ്ഞത് BJP വർഗീയം കാണിക്കുന്നതാണ്. ഇപ്പൊ പറയുന്നത് കോടതിയാണ്, കേസാണ്, അപ്പെക്സ് കോടതി പറയട്ടെ. പക്ഷെ കൊടുത്ത അഫിഡവിറ്റ്, ഞങ്ങളുടെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് തമ്മിലൊന്ന് നോക്കണം. ഒറ്റ ചോദ്യം കൂടി ലാസ്റ്റ്. രാഘവട്ടിനോടാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ അബ്ദുല്ലക്കുട്ടി MLA-ക്ക് നേരെ നടന്ന അതിക്രമണങ്ങൾ, ഇതേപോലെ സംഭവങ്ങൾ ജോസ് തെറ്റയിൽ MLA അതിന്റെ ദൃശ്യങ്ങൾ ലൈവായി TV ചാനൽ കണ്ടതാണ്. പിന്നെ കണ്ണൂരിലെ P ശശി, അതുപോലെ കിടിലൂരിലെ VIP. അപ്പോൾ അതൊക്കെ അതിനൊന്നും പ്രതികരിക്കാത്ത DYFI പോലുള്ള സംഘടനകൾ കോൺഗ്രസിലെ MLA അബ്ദുല്ലക്കുട്ടിയുടെ പേരിൽ ചെറിയൊരു ആരോപണം വന്ന ഉടനെ തന്നെ അബ്ദുല്ലക്കുട്ടിയെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു കാടത്തരമായ സമീപനത്തിലേക്ക് വന്നു. അപ്പോൾ സ്വന്തം മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയും അതോടൊപ്പം മറ്റുള്ള ആളുകൾക്കെതിരെ വിമർശനം നയിക്കുന്ന എന്ത് രാഷ്ട്രീയ മാന്യതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്? ഇവിടെ സരിതയോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ ഇവിടെ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ, അല്ല ഞാൻ പറഞ്ഞത്, അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, DYP ചെയ്തെന്നുള്ള അഭിപ്രായമുണ്ടോ? ഇവിടെ വ്യക്തമായിട്ടും ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, UPA ഗവൺമെന്റും അതുപോലെ ഇടതുപക്ഷ കക്ഷികളും തമ്മിൽ ഒരുമിച്ച് വരാനിരിക്കുന്ന നാളുകളിൽ സഹകരിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. LDF-ഉം UDF-ഉം തമ്മിൽ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള ഒത്തുകളി രാഷ്ട്രീയമുണ്ട്. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ അത് കണ്ടു. CK ഉത്തരം പറയേണ്ട കാര്യങ്ങൾ അതിൽ പലതുണ്ട്. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ കണ്ടു, മാറാട് കണ്ടു, ജയകൃഷ്ണ മാഷയുടെ കേസിൽ കണ്ടു, മലബാർ സിമന്റ്സിൽ കണ്ടു. അങ്ങനെ ഒരുപാട് കേസുകൾ, SNC ലാവലിൻ കേസിൽ ഇപ്പൊ ഇല്ല. ഇതെല്ലാം LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒത്തുകളിയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് വികസനമാണ് അടിസ്ഥാന പ്രശ്നമെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു MP-യെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന രാഷ്ട്രീയ വിഷയം. വ്യക്തമായ ഒരു ചോദ്യം കൂടി താങ്കളോട് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും അധികം ചർച്ചയാക്കുന്ന TP ചന്ദ്രശേഖരൻ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ അഭിഭാഷകനെ നേരിട്ട് ഇങ്ങനെ ഒരു വേദിയിൽ കിട്ടിയത് കൊണ്ടുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ CPM-നെതിരെ ഗൂഢാലോചന സിദ്ധാന്തം വളരെ ശക്തമായി ഉയർത്തുന്ന കേരള പോലീസിന്, എന്ന് വെച്ചാൽ UDF സർക്കാരിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതിലും കൂടുതൽ സത്യങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് CBI കണ്ടെത്തുന്നവരെ
രാഷ്ട്രീയമായി ഉന്നയിക്കാതിരിക്കാനുള്ള മര്യാദ താങ്കളുടെ പാർട്ടി കാണിക്കണ്ടേ? സുരേന്ദ്രൻ ദയവ് ചെയ്ത് എന്നെ വിസ്തരിക്കാതിരിക്കണം, എന്നെ ക്രോസ് വിസ്താരം ചെയ്യാതിരിക്കണം. ദയവ് ചെയ്ത് കോടതി ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സുരേന്ദ്രൻ കക്ഷി നേരല്ല. ആ കേസിൽ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെ CPM നേതൃത്വത്തിലെ ചില ആളുകൾ ഗൂഢാലോചന നടത്തി ചന്ദ്രശേഖരനെ വകവരുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. CPM പാർട്ടിയുടെ ചില നേതാക്കൾ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ സ്പെസിഫിക് ആരോപണം. അത് തെളിയിക്കപ്പെട്ടു. കോടതിയും ഒരിക്കലും നടത്തിയിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ കേസില്ല. കാസർഗോഡിന്റെ ഭാവി നിർണ്ണയിക്കുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുന്ന 3 പ്രധാന രാഷ്ട്രീയ ഘടകങ്ങൾ എന്തായിരിക്കും? അവസാനത്തെ ചോദ്യം. ഈ TP വധക്കേസിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് കോടതിയിൽ വെച്ച് പൊളിഞ്ഞത്. കോടതി വിചാരണയ്ക്ക് മുമ്പ് തന്നെ 24ലധികം പ്രതികളെ വിട്ടയച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്, ആദ്യം പോലീസുകാർ പറഞ്ഞതുമാതിരി വ്യക്തിപരമായിട്ടുള്ള വിരോധമാണ് ഈ സംഭവത്തിന് കാരണം എന്ന് ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ തന്നെ പറഞ്ഞിരുന്നു. അല്ലല്ല, ആദ്യത്തെ സംഭവം ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയും തങ്ങൾ പറയുന്നതിനനുസരിച്ച് 66 പ്രതികളെ ചേർത്ത് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരടക്കം ഗൂഢാലോചന കൊണ്ടുവരലാണ് ഇവരുടെ ഉദ്ദേശം. അതെല്ലാം പൊളിഞ്ഞു. ആ പൊളിഞ്ഞ് അതിൽ CPMന്റെ പാർട്ടി ലീഡർഷിപ്പിന്റെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന നിലയിൽ തന്നെ കോടതി വിധി കൂടി വന്ന സാഹചര്യത്തിൽ CPMനെ പറയുന്നില്ല, വ്യക്തികളെ സംബന്ധിച്ച് മാത്രമേ അതിന്റെ അകത്ത് പറയുന്നുള്ളൂ. അതിൽ ആ കാര്യത്തിൽ CPMന്റെ പാർട്ടിയുടേതല്ല, മറിച്ച് പ്രാദേശികമായ വിരോധത്തിന്റെ പേരിലാണ് എന്ന് പാർട്ടി പറഞ്ഞ അതേ നിലപാട് തന്നെ കോടതി എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് ആ കേസ് പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് ഒരു വസ്തുത. മറ്റൊന്ന്, 3 രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വളരെ ചുരുക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളത് കോൺഗ്രസും BJPയും ഇല്ലാത്ത ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് തമാശ പറഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് വരേണ്ടുന്ന ഗുജറാത്തിലെ 2000 മനുഷ്യന്മാരെ കശാപ്പ് ചെയ്ത നരേന്ദ്രമോദി വരാൻ വേണ്ടി പാടില്ല. ഇന്ത്യ രാജ്യത്ത് കുത്തുവാളി എടുപ്പിച്ച കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരാൻ വേണ്ടി പാടില്ല. ആ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വരുത്തുന്നതിന് വേണ്ടിയാണ് CPM ശ്രമിക്കുന്നത്. കോൺഗ്രസിനും UPAക്കും ഉള്ളത് മതേതര ഭാരതം സംരക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും UPAയുടെയും കേന്ദ്ര മുദ്രാവാക്യം. മതേതര ഭാരതം വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. നമ്മൾ കാണുന്നത് പോലെ രാജ്യതലത്തിലുള്ള, ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾക്കൊപ്പം മുദ്രാവാക്യങ്ങൾക്കൊപ്പം കാസർഗോഡിന്റേതായ ഒരു പ്രാദേശിക വികസന രാഷ്ട്രീയം കൂടിയുണ്ട്. ഒപ്പം കേരളം ഏറെ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും സ്വന്തമായ ശബ്ദവും കാസർഗോഡിനുണ്ട്. അതാണ് നമ്മൾ കൊടിപ്പടയിൽ കേട്ടത്. ആ ശബ്ദം പങ്കുവെച്ചുകൊണ്ട് കൊടിപ്പട പൂർണ്ണമാകുന്നു.